ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു +1 ഇംഗ്ലീഷ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഡയറി റൈറ്റിംഗ് എന്നുള്ള ഡിസ്കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സോ എങ്ങനെ വേണം ഡയറി റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്, ഏത് ഫോമാറ്റ് ആണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും, ബേസ്ഡ് ഓൺ ദ ചാപ്റ്റർ ഫൂഫി ബൈ ട്രെവർ നോവ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി വരാനായിട്ട് പോകുന്ന എക്സാംസിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത്. സോ വാച്ച് ദിസ് ടിൽ എൻഡ് വിതൗട്ട് മിസ്സിംഗ് എനിത്തിങ്. ഓക്കെ, അപ്പം ഐ എം ശ്വേത അലോങ് വിത്ത് യു. ആൻഡ് മറ്റൊരു കാര്യം കൂടെ, നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓക്കെ, സോ കം ഓൺ, ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമുക്ക് ഡയറി റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഏത് ഫോമാറ്റ് ആണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു ഡയറി റൈറ്റിംഗ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിന്റെ ആൻസർ ഒരു എക്സാമിനർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കുക എന്നുള്ളത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡേറ്റും ഡേയും നിർബന്ധമായിട്ടും നമ്മൾ ഒരു ഡയറി റൈറ്റിംഗ് ക്വസ്റ്റ്യന് ആൻസർ എഴുതുന്ന സമയത്ത് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഡേറ്റ് ആൻഡ് ഡേ ഇഫ് നോൺ, ഡേ അറിയാമെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്യാം. ഡേറ്റ് നിർബന്ധമായിട്ടും വേണം. ഓക്കെ, സോ ഓൾവേസ് ബിഗിൻ വിത്ത് ദ ഡേറ്റ് റിട്ടൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ എൻട്രി. ഓക്കെ, അപ്പം നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ആദ്യം നിങ്ങൾ എന്ത് എഴുതും? ഡേറ്റ് എഴുതും. എന്നിട്ട് പിന്നെ ഡേ അറിയാമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സല്യൂട്ടേഷൻ ആണ്. ഓക്കെ, സല്യൂട്ടേഷൻ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? നമ്മളൊരു ലെറ്റർ എഴുതുവാണെങ്കിലും മെയിൽ എഴുതുവാണെങ്കിലും ഡയറി എഴുതുവാണെങ്കിലും ഒക്കെ നമ്മളൊരു ആളെ അല്ലെ അഡ്രസ് ചെയ്യുന്ന രീതിക്കായിരിക്കും എഴുതുന്നുണ്ടാവുക. ഇസ്ന്റ് ഇറ്റ്? സോ ഇവിടെ സല്യൂട്ടേഷൻ ആയിട്ട് ഡയറി റൈറ്റിംഗിൽ വരുന്നത് ട്രഡീഷണലി ഡിയർ ഡയറി എന്നുള്ള രീതിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഫോർമൽ ആൻഡ് പേഴ്സണൽ. ഓക്കെ, ഒരു ക്ലോസ് ഫ്രണ്ടിനോട് നമ്മൾ എങ്ങനെ സംസാരിക്കും അല്ലെ? അപ്പൊ അതുപോലെ ഡിയർ ഡയറി എന്നുള്ള ഒരു സല്യൂട്ടേഷൻ കൊടുക്കുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് മോർ ഇൻഫോർമൽ ആൻഡ് പേഴ്സണൽ. ഓക്കെ, അപ്പൊ അത്തരത്തില് ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക. ഇനി അതിന്റെ ബോഡി പാർട്സിലോട്ട് പോകുന്ന സമയത്ത് അല്ലെ, കോണ്ടന്റ് പാർട്ട് വരുമ്പം അവിടെ എന്താണ് കൊടുക്കേണ്ടത്? ഇറ്റ് ഈസ് ഓൾവേസ് റിട്ടൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് പേഴ്സൺ ഞാൻ എന്നുള്ള രീതിക്ക് എഴുതൂലേ? നിങ്ങളൊക്കെ ഡയറി എഴുതാറുണ്ടാവുമല്ലോ അല്ലെ? ഇപ്പൊ ഡയറിയിൽ നമ്മൾ എങ്ങനെയാ പറയാ? ഇന്ന് ഞാൻ അല്ലെ ഇത്ര മണിക്ക് എഴുന്നേറ്റു, ഇന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അല്ലെ, ഇന്ന് എന്റെ ലൈഫിൽ ഈ ഒരു കാര്യം ഉണ്ടായി. അപ്പൊ അവിടെ ഞാൻ, എന്റെ എന്നുള്ള രീതിക്കൊക്കെയാ പറയുന്നത് അല്ലെ? അതിനെയാണ് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് റിട്ടൺ ഇൻ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, so that we can express our genuine emotions, thoughts and reactions. Okay, അല്ലാതെ ജസ്റ്റ് അന്ന് നടന്ന കാര്യങ്ങളുടെ ഒരു റീടെല്ലിംഗ് ആയിട്ടല്ല നമ്മൾ ഡയറി എഴുതുന്നത്, മറിച്ച് നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുവാണ് ചെയ്യുന്നത്. ഓക്കെ, now while writing a diary there must be a closing thought. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ വേണം ഈ ഒരു ഡയറി എൻട്രി അവസാനിപ്പിക്കാനായിട്ട്? വി മസ്റ്റ് എൻഡ് ഇറ്റ് വിത്ത് എ റിഫ്ലക്ഷൻ ഓർ റെസൊല്യൂഷൻ ഓർ ഫീലിംഗ്. ഓക്കെ, അതൊരിക്കലും ഒരു ഫോമൽ സൈൻ ഓഫ് ആയിക്കൊള്ളുന്നില്ല, നിങ്ങളുടെ നാച്ചുറൽ വോയിസ് യൂസ് ചെയ്ത് പറയുന്ന പോലെ. ഓക്കെ, ആക്ച്വലി ഇറ്റ് വാസ് എ വെരി സാഡ് ഡേ എന്നുള്ള രീതിക്ക്, ഓക്കെ, അല്ലെങ്കിൽ ഐ ഫെൽറ്റ് റിയലി ബാഡ് എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ ഐ എം ഫീലിംഗ് സോ ഹാപ്പി എന്നുള്ള രീതിക്ക്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു തോട്ട് ഓഫ് റിഫ്ലക്ഷൻ, ഓക്കെ, ഒരു ഫീലിംഗ് ഒക്കെ വെച്ച് ഈ ഡയറി എൻട്രി അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ഡയറി എഴുതുന്ന സമയത്ത് ഫോർമാറ്റിന്റെ കേസിൽ നോക്കേണ്ടത്. ഡേറ്റ് വേണം, ഡേ അറിയാമെങ്കിൽ ഡേ വേണം, സല്യൂട്ടേഷൻ കൊടുക്കാം. ഇനി ബോഡി പാർട്ടിൽ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ലൈക്ക് ജെന്വിൻ ഇമോഷൻസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന രീതിക്ക് വേണം എഴുതാനായിട്ട്. അതുപോലെ നമ്മൾ അത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു റിഫ്ലക്ഷനോ ഒരു റെസൊല്യൂഷനോ ഒരു ഫീലിംഗോ കൊടുത്തുകൊണ്ട് നമുക്ക് അവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, സോ ഡയറി റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ഫീലിംഗ്സ്. ഓക്കെ, നോട്ട് ജസ്റ്റ് ഫാക്ട്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വി ഓൾവേസ് നീഡ് ടു ഷോ വാട്ട് ദ റൈറ്റർ തോട്ട് ആൻഡ് ഫെൽറ്റ് ഇൻ ദ മൊമെന്റ്. ഓക്കെ, അതായത് ലൈക്ക് നമ്മളിപ്പോ ഒരു ഡയറി എഴുതുന്ന സമയത്ത്, ട്രെവറുടെ ഡയറി ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ട്രെവർ ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ആ ഒരു ഫീലിങ്സ് നമുക്ക് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചാൽ
യു വിൽ ബി ഗെറ്റിംഗ് ഫുൾ മാർക്സ്. അപ്പൊ അതാണ് നമ്മൾ അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാനും ഡയറി എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അവയുടെ മോഡൽ ആൻസേഴ്സും ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഇമാജിൻ യു ആർ ട്രെവർ, റൈറ്റ് എ ഡയറി എൻട്രി ഡിസ്ക്രൈബിംഗ് ദ ഡേ യു ഡിസ്കവേർഡ് ഫൂഫി secretly jumping the wall and decided to follow her on your bicycle. ഓക്കെ, അപ്പം നിങ്ങൾ ട്രെവർ ആണെന്ന് വിചാരിക്കുക. സോ യു ആർ ഗോയിങ് ടു റൈറ്റ് എ ഡയറി എൻട്രി. അപ്പം നിങ്ങൾ ഫൂഫി വോളൊക്കെ ജമ്പ് ചെയ്ത് പോകുന്നത് കണ്ടു അല്ലെ, എന്നിട്ടോ നിങ്ങൾ ബൈസൈക്കിളിൽ എന്ത് ചെയ്തു, അവളെ ഫോളോ ചെയ്തു, മറ്റൊരു വീട്ടിൽ പോയിട്ട് അല്ലെ, ലൈക്ക് ഫൂഫി അവിടുത്തെ ഒരാളായിട്ട് നിൽക്കുന്നത് കാണുന്നു, പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ. അപ്പൊ ആ ഒരു ദിവസത്തെ ഡയറി ട്രെവർ എഴുതുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ എങ്ങനെ വേണം ആൻസർ ചെയ്യാനായിട്ട് നമുക്കൊന്ന് നോക്കാം. സി, അപ്പൊ നമ്മൾ ആദ്യം അല്ലെ ടോപ്പ് ഓഫ് ദ പേജ് നമ്മൾ എന്ത് കൊടുത്തു, ഏതാണ് ദിവസം എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ഡേറ്റ് ഉണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കാം, ദിവസം ഏതാണെന്ന് അറിയാമെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ഇനി ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദീസ് ഓൾ ക്യാൻ ഡു. ഓക്കെ, ഇനി നമ്മളൊരു അഡ്രസ്സോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ, ഡിയർ ഡയറി. ഓക്കെ, അങ്ങനെ അഡ്രസ്സോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഐ ഫൈനലി സോൾവ് ദ മിസ്റ്ററി ഓഫ് ഫൂഫി. For weeks, she's been sitting outside our gate every morning like magic. And today, because I was home from school, I actually caught her in the act, jumping clean over a 5-foot wall like it was nothing. Okay, ഇപ്പൊ ഡയറിയോട് പറയാണ്, അങ്ങനെ ഞാൻ അവസാനം ഫൂഫി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിസ്റ്ററി സോൾവ് ചെയ്തു എന്നാണ് പറയുന്നത്. കുറേ ആഴ്ചകളായിട്ട് അല്ലെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് എത്തുന്ന സമയത്ത് എപ്പോഴും ഫൂഫി എന്ത് ചെയ്യും, ഗേറ്റിന് പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഓക്കെ, സോ വി ഓൾവേസ് വണ്ടർ ഹൗ ദിസ് ഹാപ്പൻസ് അല്ലെ. പക്ഷെ ഇന്ന് ഞാൻ സ്കൂളിൽ നിന്ന് നേരത്തെ എത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ആയതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നത് കൊണ്ടോ ആ കാര്യം ഞാൻ മനസ്സിലാക്കി, ആ മിസ്റ്ററി ഞാൻ സോൾവ് ചെയ്തു എന്നാ പറയുന്നത്. എന്താണത്? ഐ ആക്ച്വലി കോട്ട് ഹർ ഇൻ ദ ആക്ട്. വാട്ട് ഷി വാസ് ഡൂയിങ്, ഷി വാസ് ജമ്പിങ് ക്ലീൻ ഓവർ ആർ 5-foot wall like it was nothing അല്ലെ. ആ ഒരു 5 ഫൂട്ട് ഹൈറ്റ് ഉള്ള ആ ഒരു വോള് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഫുഫി ചാടി കിടക്കുന്നത് ഞാൻ ഇന്ന് കണ്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ കുഡന്റ് ബിലീവ് മൈ ഐസ് അല്ലെ, എനിക്ക് എന്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. I grabbed my bicycle and followed her without even thinking twice. ഓക്കെ, അപ്പൊ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ എന്ത് ചെയ്തു, വേഗം എന്റെ സൈക്കിളും എടുത്ത് അവളെ പിന്തുടർന്നു അല്ലെ. She went so far all the way to another part of the neighborhood and jumped into a stranger's yard like she owned the place. Okay, അവൾ ഒരുപാട് ദൂരം പോയി അല്ലെ, നെയ്ബർഹുഡിന്റെ മറ്റ് അങ്ങ് അകലെയുള്ള ഒരു വീട്ടിലോട്ടാണ് അവൾ പോയത്. എന്നിട്ടോ she jumped into a stranger's yard like she owned the place. Okay, അപ്പോ അത് തന്റെ സ്വന്തം സ്ഥലമാണ് എന്നുള്ള രീതിക്ക് അവളൊരു സ്ട്രേഞ്ചറിന്റെ, ഒരു അപരിചിതരായിട്ടുള്ള ഒരാളുടെ വീട്ടിലേക്ക് ചാടി കിടക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. Okay, I still don't understand what she's doing over there, but I have a strange feeling I'm about to find out something I won't like. Okay, my heart is pounding just writing this. Okay, അപ്പൊ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല, അപ്പൊ ഇതുപോലെയാണ് നിങ്ങൾ എഴുതേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഐ സ്റ്റിൽ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ ഈസ് ഡൂയിങ് ഓവർ ദെയർ അല്ലെ, അവൾ അവിടെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. എനിക്കൊരു സ്ട്രേഞ്ച് ഫീലിംഗ് തോന്നുന്നുണ്ട്. എന്താണത്? ഞാൻ എന്തോ ഒന്ന് പുതിയതായിട്ട് മനസ്സിലാക്കാനായിട്ട് പോവാണ്. ഓക്കെ, എനിക്കിഷ്ടമല്ലാത്ത എന്തോ ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നു എന്നുള്ളത്. ഓക്കെ, മൈ ഹാർട്ട് ഇസ് പൗണ്ടിങ് ജസ്റ്റ് റൈറ്റിംഗ് ദിസ് അല്ലെ, ഇത് എഴുതുമ്പോൾ തന്നെ എൻ്റെ ഹാർട്ട് വല്ലാതെ മിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ആർ സപ്പോസ് ടു റൈറ്റ് എ ഡയറി. ഓക്കെ, ഇതിൽ ഞാൻ കംപ്ലീറ്റ് പോർഷൻ ഫിൽ ചെയ്തിട്ടില്ല. ആ ഒരു ഫുഫി വാൾ ജമ്പ് ചെയ്ത് പോകുന്നതും ട്രെവർ ബൈസൈക്കിളിൽ പിന്തുടരുന്നതും അപ്പം മറ്റൊരു വീട്ടിലോട്ട് ഫൂഫി ചാടി കിടക്കുന്നതും വരെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ലൈക്ക് എഴുതിയിട്ടുള്ളത്. ബാക്കി യു നീഡ് ടു റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ, ആൻഡ് ടെൽ മീ ഹൗ ഇറ്റ് ഗോസ്. ഓക്കെ, റൈറ്റ്. അടുത്തൊരു ചോദ്യം നോക്കാം. ടു സീ ഹർ വിത്ത് അനദർ ബോയ് ആക്ടിംഗ് ലൈക്ക് ഷീ ഡിഡ്ന്റ് നോ മീ ആഫ്റ്റർ ഐ റേസ്ഡ് ഹർ ആഫ്റ്റർ ഓൾ ദ നൈറ്റ്സ് വി സ്പെൻഡ് ടുഗെദർ ഐ വാസ് ഹാർട്ട് ബ്രോക്കൻ. റൈറ്റ് ട്രെവേഴ്സ് ഡയറി എൻട്രി ഫോർ ദിസ് ഡേ. ഓക്കെ, ഈ ഒരു ദിവസം അല്ലെ നമ്മൾ പറഞ്ഞു ട്രെവർ നമ്മുടെ ഫൂഫി വോള് ചാടി കിടക്കുന്നത് കാണുന്നു, ട്രെവർ അവളെ പിന്തുടരുന്നു, അപ്പം അവൾ മറ്റൊരു വീട്ടിലോട്ട് ചാടി കിടക്കുന്നത് കാണുന്നു, മറ്റു കാര്യങ്ങളും ഉണ്ടാവുന്നു അല്ലെ. അപ്പം ആ ദിവസത്തെ ട്രെവറിന്റെ ഡയറി എൻട്രി എങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കാം. സി, ഡിയർ ഡയറി, ടുഡേ വാസ് ദ വേർസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്.
ഓക്കെ, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഡേ ആണ്. I followed Fufi to some boy's house and he had the nerve to call her Spotty as if she were his dog. Okay, അപ്പം ഞാൻ ഫൂഫിയെ ഫോളോ ചെയ്തു. എന്നിട്ടോ ഫൂഫി വേറെ ഒരു ബോയുടെ അല്ലെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ വെച്ച് ആ ബോയ് ഫൂഫിയെ സ്പോട്ടി എന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടു. ആസ് ഇഫ് ഷി വർ ഹിസ് ഡോഗ്. I begged her to come to me, but she just stood there between us, not even reacting to her own name. Okay, ഞാൻ അവളോട് അല്ലെ താണുകീണ് പറഞ്ഞു, വാ എൻ്റെ കൂടെ വാ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവളത് കേട്ടതായി പോലും ഭാവിച്ചില്ല അല്ലെ. ആ ബോയിന്റെയും എന്റെയും ഇടയിൽ അവൾ വന്ന് നിന്നു. എന്നിട്ടോ അവളെ പേര് വിളിച്ചിട്ട് പോലും അവളൊന്ന് റിയാക്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഫൂഫിയെ കുറിച്ചാണ് പറയുന്നത് ട്രെവർ. ഓക്കെ, then his mother came out and lied straight to my face saying they had bought her. ഓക്കെ, എന്നിട്ടോ ലൈക്ക് ആ കുട്ടിയുടെ അല്ലെ ആ ബോയിന്റെ അമ്മ പുറത്തു വന്നു. എന്നിട്ടോ എന്നോട് നുണ പറഞ്ഞു അല്ലെ. എന്താണിത്? ആ ഫൂഫിയെ അവർ വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞു അല്ലെ. മൈ മോം ഹാഡ് ടു ബ്രിങ് ഫോട്ടോസ് ആൻഡ് വെറ്റ് പേപ്പേഴ്സ് ജസ്റ്റ് ടു പ്രൂവ് ഫൂഫി വാസ് us ആൻഡ് ഈവൻ ദെൻ ദാറ്റ് വുമൺ വുഡൻ ബഡ്ജ് അൺടിൽ വി പെയ്ഡ് ഹർ. ഓക്കെ, അപ്പം എൻ്റെ അമ്മ അല്ലെ ഫോട്ടോസും വെറ്റ് പേപ്പേഴ്സും ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചിട്ടാണ് ലൈക്ക് ഫൂഫിയെ വിട്ട് കിട്ടിയത്. എന്നിട്ടും അല്ലെ ആ സ്ത്രീ ഫൂഫിയെ വിട്ടു തരാനായിട്ട് തയ്യാറായില്ല. അപ്പം അവസാനം അല്ലെ പൈസ കൊടുത്തിട്ടാണ് ഫൂഫിയെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ക്രൈഡ് ദ ഹോൾ വേ ഹോം. ഹൗ കുഡ് ഫൂഫി ആക്ട് ലൈക്ക് ഷീ ഡിഡ്ന്റ് ഈവൻ നോ മീ ആഫ്റ്റർ എവറിത്തിങ് വി ഹാവ് ഷെയർഡ് അല്ലെ. അപ്പം വീട്ടിലോട്ട് തിരിച്ചു നടക്കുന്ന അത്രയും സമയം ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് ഫൂഫിക്ക് ഇങ്ങനെ ആക്ട് ചെയ്യാനായിട്ട് സാധിച്ചത് അല്ലെ. ഇത്രയും കാലം ഐ ഹാവ് ഷെയർഡ് അല്ലെ മൈ കംപ്ലീറ്റ് ലവ് ടു ഹെർ, എന്നിട്ടും എന്നെ ഇവൻ അറിയുക പോലും ഇല്ല എന്നുള്ള രീതിക്ക് എങ്ങനെയാണ് അവൾക്ക് ആക്ട് ചെയ്യാനായിട്ട് സാധിച്ചത് എന്നാണ് പറയുന്നത്. I raised her, I potty trained her, she sleeps in my bed. I don't think I have ever felt this betrayed in my life. Okay, ഞാൻ അവളെ വളർത്തി അല്ലെ, ഞാൻ പോട്ടി ട്രെയിൻ ചെയ്തു, അവളെ എൻ്റെ ബെഡിൽ കിടത്തി ഉറക്കി അല്ലെ, എന്നിട്ട് അവൾ എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നതാണ് ഇവിടെ നമ്മുടെ ട്രെവർ പറഞ്ഞു നിർത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് നിങ്ങൾക്ക് ഡയറി എൻട്രീസ് എഴുതാം. ഓക്കെ, now let us discuss one more model question. Okay, years later Trevor comforts an adult friend going through a painful breakup by telling them the story of Fufi. Write his diary entry for that night reflecting on the moment എന്നുള്ളതാണ് പറയുന്നത്. സോ കുറേ വർഷങ്ങൾക്ക് ശേഷം ട്രെവർ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന ഒരു അഡൽട്ട് ഫ്രണ്ടിനെ കംഫർട്ട് ചെയ്യുന്നു. ഓക്കെ, ബൈ telling him the story of Fufi. ഓക്കെ, അപ്പൊ അന്നത്തെ ദിവസത്തെ ഡയറി എൻട്രി ട്രെവറുടെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് നമുക്ക് നോക്കാം. Dear diary, a friend came to me tonight angry and in tears over being cheated on, and without even thinking I found myself saying, friend, let me tell you the story of Fufi. Okay, അപ്പൊ ഡയറിയോട് പറയാണ്, a friend came to me tonight അല്ലെ, ഇന്ന് രാത്രി അല്ലെ എന്നെ ഒരു ഫ്രണ്ട് കാണാനായിട്ട് വന്നു. and he was angry and in tears over being cheated on അല്ലെ. സോ ആൾ വളരെ വിഷമത്തിലായിരുന്നു അല്ലെ, തന്നെ ചീറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു വിഷമം, അതിനുള്ള ദേഷ്യം, അതുകൊണ്ടുണ്ടായ ദേഷ്യം ഒക്കെ ആ ഫ്രണ്ടിന് ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. and without even thinking I found myself saying, friend, let me tell you the story of Fufi. ഓക്കെ, അപ്പം രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ അവനോട് പറഞ്ഞു, എന്താണ്? friend, let me tell you the story of Fufi. It is funny how a childhood memory about a deaf dog jumping over a wall can still mean so much to me all these years later. ഓക്കെ, ഇപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അല്ലെ ഒരു ഡെഫ് ഡോഗ് വോള് ചാടി കിടക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി അല്ലെ, അതിപ്പോഴും എത്രമാത്രം തനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ആലോചിക്കുമ്പം ഇറ്റ് സീംസ് ഫണ്ണി എന്ന് ട്രെവർ പറയാണ്. Watching my friend's face soften as I told the story reminded me how lucky I was to learn that lesson so young. That love was never about ownership, only about caring for someone and letting them be free. Okay, love എന്ന് പറയുന്നത് ഒരിക്കലും ഓണർഷിപ്പ് അല്ല. It is not related to ownership. It is only about caring for someone and letting them free എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരാളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതല്ല ലവ്
മറിച്ച് അവരെ കെയർ ചെയ്യുക, ഓക്കെ, അവരെ ഫ്രീ ആയി വിടുക എന്നുള്ളതൊക്കെയാണ് എന്നുള്ള ആ ഒരു ലെസൺ അല്ലെ. അപ്പൊ ആ ഒരു ലെസൺ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് പഠിക്കാൻ സാധിച്ചതിൽ ഐ എം വെരി ലക്കി എന്നുള്ളതാണ് ഇവിടെ ട്രെവർ പറയുന്നത്. ഓക്കെ, I hope tonight helped even a little. Some lessons, it seems, never stop being useful. They just keep finding new people who need to hear them. Okay, അപ്പം ഇന്ന് ഞാൻ അവനോട് പറഞ്ഞ കാര്യം അല്ലെ, അത് അവൻ്റെ ലൈഫിൽ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ചില ലെസൺസ് അങ്ങനെയാണ് അല്ലെ, അതൊരിക്കലും ലൈക്ക് യൂസ്ഫുൾ ആവാതിരിക്കില്ല. എപ്പോഴും യൂസ്ഫുൾ ആവുന്ന രീതിക്കുള്ള ഒരുപാട് ലെസൺസ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആൻഡ് ദേ ജസ്റ്റ് കീപ് ഫൈൻഡിങ് ന്യൂ പീപ്പിൾ ഹു നീഡ് ടു ഹിയർ ദം എന്ന് പറഞ്ഞ് ട്രെവർ ഇവിടെ ഡയറി എൻട്രി അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെ ഞാൻ ഇയേഴ്സ് ലേറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്കൊരു ഡേറ്റും ഒരു ഡേയും ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ലൈക്ക് വൈസ് കൺക്ലൂഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു കൺക്ലൂഷൻ, ഓക്കെ, ജസ്റ്റ് ലൈക്ക് ഒരു 1 ലൈൻ കൺക്ലൂഷൻ കൊടുക്കാവുന്നതാണ്. ഇറ്റ് വാസ് എ മെമ്മറബിൾ ഡേ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ഓക്കെ, സോ യു ക്യാൻ ഡു ഓൾ ദ കസ്റ്റമൈസേഷൻ. ദീസ് ആർ ജസ്റ്റ് മോഡൽ ആൻസേഴ്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ വേണം ഡയറി എൻട്രി എഴുതാനായിട്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഓൾവേസ് സ്റ്റാർട്ട്സ് വിത്ത് എ ഡേറ്റ്. Day of the week is a nice touch if it fits the context. ഓക്കെ, ഇപ്പൊ ഡേറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഡേ ഏതാണെന്ന് അറിയാമെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ദെൻ റൈറ്റ് ഇൻ ഫസ്റ്റ് പേഴ്സൺ ആൻഡ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഫസ്റ്റ് പേഴ്സണിൽ ഐ എന്നുള്ള രൂപത്തിൽ വേണം നമ്മളത് എഴുതാനായിട്ട്. പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്, ആസ് ഇഫ് the events happened earlier that same day. Okay, then focus on feelings and personal reflection, not just a plain retelling of events. Okay, അപ്പം സമ്മറിയും ഡയറി റൈറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസും ഇതാണ്. ഓക്കെ, ഫീലിങ്സിന് പേഴ്സണൽ റിഫ്ലക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലാതെ പ്ലെയിൻ റീടെല്ലിംഗ് ഓഫ് ഈവൻസ് അല്ല നമുക്ക് അവിടെ വേണ്ടത്. ഓക്കെ, നൗ കീപ് ദ ടോൺ പ്രൈവറ്റ് ആൻഡ് ഓണസ്റ്റ് ആസ് ഇഫ് നോ വൺ എൽസ് വിൽ എവർ റീഡ് ഇറ്റ്. ഓക്കെ, അപ്പം ഇൻഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ഇമോഷണൽ ആയിട്ടുള്ള ലാംഗ്വേജ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. സോ ആ റൈറ്റിംഗ് ടോൺ എന്ന് പറയുന്നത് പ്രൈവറ്റും ഓണസ്റ്റും ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇഫ് ദ ക്വസ്റ്റ്യൻ ഇസ് ബേസ്ഡ് ഓൺ എ ചാപ്റ്റർ ലൈക്ക് ഫൂഫി, സ്റ്റേ ട്രൂ ടു ദ ക്യാരക്ടേഴ്സ് നോൺ പേഴ്സണാലിറ്റി ആൻഡ് ദ സ്റ്റോറീസ് ആക്ച്വൽ ഈവൻസ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഡയറി എൻട്രി ആണ് പറഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചാപ്റ്ററിൽ തന്നിരിക്കുന്ന ക്യാരക്ടേഴ്സിന്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് വേണം, ആ സ്റ്റോറിയിൽ നടക്കുന്ന ആക്ച്വൽ ഈവൻസിനനുസരിച്ച് വേണം ഡയറി എഴുതാനായിട്ട്. ആൻഡ് വി ക്യാൻ എൻഡ് വിത്ത് എ തോട്ട്, ഫീലിംഗ് ഓർ സ്മോൾ റിയലൈസേഷൻ. ഓക്കെ, അപ്പം സാധാരണ ഡയറി എൻട്രീസിൽ ഒരു ഫോമൽ കൺക്ലൂഷൻ ആവശ്യം വരാറില്ല. ഓക്കെ, ജസ്റ്റ് ഒരു നാച്ചുറൽ സ്റ്റോപ്പിംഗ് പോയിന്റ് മതി. സോ എൻഡ് വിത്ത് എ തോട്ട്, ഫീലിംഗ് ഓർ സ്മോൾ റിയലൈസേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡയറി റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത്. സോ ഐ ഹോപ്പ് whatever we have discussed today is clear for you. Okay, ഇപ്പോൾ എക്സാമിന് ഈ ഒരു ഡയറി എൻട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും ഈ ഒരു വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. +1 പഠിക്കുന്ന മറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. ഹാപ്പി ലേണിംഗ്.